തീർച്ചയായിട്ടും ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും അതിന് ഒരേ വൈബ് തന്നെയാണ്. ആഘോഷം എന്തുമായിക്കൊള്ളട്ടെ, കോഴിക്കോട്ടുകാർ എല്ലാം ഒന്നിച്ച് ഒരേ മനസ്സോടെയാണ് ഈ ആഘോഷങ്ങളെ സമീപിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട്ടെ മിഠായി തെരുവിലാണ്. മിഠായി തെരുവിൽ കുറഞ്ഞ വിലയ്ക്ക് ഒരുപാട് സാധനങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് മധുരപലഹാരങ്ങൾ ലഭിക്കും, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ലഭിക്കും. ഈ കോഴിക്കോട് അതായത് ഈ മിഠായി തെരുവിനെ സംബന്ധിച്ച് ഒരു തമാശ പറയാറുണ്ട്. ഈ അച്ഛനെയും അമ്മയെയും ഒഴിച്ച് മറ്റെല്ലാം ഈ കോഴിക്കോട് മിഠായി തെരുവിൽ ലഭിക്കും എന്ന് നമ്മൾ തമാശ രൂപേണയൊക്കെ പറയാറുണ്ട്. ഈ ആളുകളെല്ലാം തന്നെ ഉത്രാടപ്പാച്ചിലിന്റെ ഭാഗമായി ഇപ്പോൾ മിഠായി തെരുവിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, നേരത്തെ അടക്കം ശക്തമായിട്ടുള്ളൊരു മഴ ഈ കോഴിക്കോടിനെ വല്ലാതെ വലച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസം ഇതിലുമധികം വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചവരെ ഒരു മഴയുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷവും ഇടവിട്ടുള്ള ഒരു മഴ ഈ ഓണവിപണിയെ ചെറിയ രീതിയിലെങ്കിലും ബാധിച്ചിട്ടുണ്ട്. ഈ മിഠായി തെരുവിൽ നമ്മൾ വസ്ത്രമെടുക്കാൻ വന്ന ആളുകളോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഡ്രസ്സ് എടുക്കാൻ വന്നതാണോ? അതെ. എടുത്തോ? എടുത്തല്ല, എല്ലാം കാണാനും. അപ്പോൾ ഡ്രസ്സുകൾ എടുക്കാൻ വന്ന 1-2 ആളുകളോടും കൂടി നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ആരും ഇവർ എല്ലാവരും കുറച്ച് നാണക്കാരൊക്കെയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ മൈക്കുമായിട്ടൊക്കെ പോകുമ്പോൾ പലർക്കും ഒരു മടിയുണ്ട്. ചേട്ടാ, ഡ്രസ്സ് എടുക്കാൻ വന്നാണ്, ഓണാണ്, അവസാനവട്ട ഒരുക്കത്തിലാണ്. അതെ, ഉത്രാട ഓട്ടത്തിൽ തന്നെയാണ്. ഇനിയിപ്പോൾ എന്താ എടുക്കാനുള്ളത്? ഇനി ചില്ലറ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് തന്നെയാണ്. SM സ്ട്രീറ്റിലേക്ക് ആളുകളൊക്കെ ഒഴുകുന്നുണ്ട്. ഈ SM സ്ട്രീറ്റിൽ വസ്ത്രങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. പാളയത്തെയാണ് ഇത്തരത്തിൽ പച്ചക്കറിക്കും അതുപോലെ തന്നെ പൂക്കൾക്കുമായി പാളയം മാർക്കറ്റിലാണ് കുറച്ച് ആളുകൾ ഉള്ളത്. ഈ കോഴിക്കോട് ഈ ഓണാഘോഷ പരിപാടികളടക്കം നടക്കുന്നുണ്ട്. ബീച്ചിൽ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ തളിയിൽ നടക്കുന്നുണ്ട്, ബട്ട് റോഡിൽ നടക്കുന്നുണ്ട്, ടൗൺ ഹാളിൽ നടക്കുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ ഒരു ആഘോഷമായി തന്നെയാണ് ഓണത്തെ നമ്മൾ കൊണ്ടാടുന്നത്. ഈ ഒരുപാട് ആളുകൾ ഇപ്പോൾ സാധനങ്ങളുമായി അടക്കം പുറത്തേക്ക് പോകുന്നുണ്ട്. കുറച്ച് ആളുകൾ നിലവിൽ ഇപ്പോൾ SM സ്ട്രീറ്റിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓണത്തെ ഒന്നിച്ച് ഒരേ മനസ്സോടെയാണ് ഈ ആളുകൾ സ്വീകരിക്കുന്നത്. മഴ ചെറിയ രീതിയിലെങ്കിലും മഴ ഈ ഒരു SM സ്ട്രീറ്റിൽ ഇത്ര തിരക്കൊന്നുമല്ല സാധാരണഗതിയിൽ അനുഭവപ്പെടുക. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ടൗണിലേക്കൊക്കെ വരുമ്പോൾ ഈ ദൂരപ്രദേശത്ത് നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകാനടക്കം ഈ ഗതാഗത കുരുക്കുകളടക്കം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടൗണിലേക്ക് വന്ന ആളുകളുടെ എണ്ണം ഇക്കുറി അല്പം കുറവുണ്ട് തന്നെയാണ് തോന്നുന്നത്. ഗതാഗത കുരുക്കിനായി വലിയ രീതിയിലുള്ള ട്രാഫിക് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നഗരപരിസരങ്ങളിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കടക്കം വലിയ രീതിയിലുള്ള പിഴയടക്കം ചുമത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാ മേഖലയിലേക്ക് പോവുകയാണെങ്കിലും, കോഴിക്കോടിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിലും നമുക്ക് പോലീസ് ജീപ്പും അതുപോലെ തന്നെ പോലീസിനെയും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും.